ഗസയിൽ ഇപ്പോഴും ഇസ്രായേൽ കൂട്ടക്കൊലകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ സഹായവും ലോകരാഷ്ട്രങ്ങളുടെ മൗനവുമാണ് ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കൊലകൾ തുടരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. തുർക്കിയും സൗദി അറേബ്യയും മാത്രം വിചാരിക്കുകയാണ് എങ്കിൽ ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കുവാൻ സാധിക്കും. മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഈ മൗനമാണ് ഇസ്രായേലിന് ഇപ്പോൾ ഏറ്റവും വലിയ സഹായമായിരിക്കുന്നത്. ഇറാൻ സ്വീകരിച്ചതുപോലുള്ള ഒരു നിലപാട് സൗദി അറേബ്യയും തുർക്കിയും സ്വീകരിക്കുകയാണ് എങ്കിൽ ഇസ്രായേൽ അന്ന് അവസാനിപ്പിക്കും ഗസയിലെ കൂട്ടക്കൊലകൾ. പക്ഷേ തങ്ങളുടെ രാജ്യത്തിന് യാതൊരു തരത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ഫലസ്തീനിലെ ജനങ്ങളെ സഹായിക്കുവാൻ തുർക്കിയും സൗദി അറേബ്യയും തയ്യാറല്ല. ഈ സാഹചര്യമാണ് ഇസ്രായേൽ ഇപ്പോൾ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. പല മുസ്ലിം രാഷ്ട്രങ്ങളും ഇപ്പോഴും ഇസ്രായേലുമായി പരസ്യമായും രഹസ്യമായും വ്യാപാര ബന്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് സ്പെയിൻ പ്രധാനമന്ത്രിയായ പെട്രോ സാഞ്ചസ് ധീരമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. ഗസയിൽ ഇസ്രായേൽ ഇനിയും ആക്രമണം തുടർന്നാൽ ഇസ്രായേലുമായുള്ള എല്ലാവിധ വ്യാപാര ബന്ധങ്ങളും തങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ് സ്പെയിൻ പ്രധാനമന്ത്രിയായ പെട്രോ സാഞ്ചസ് സ്പാനിഷ് പാർലമെന്റിൽ പറഞ്ഞത്. ഇസ്രായേൽ വംശഹത്യ നടത്തുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുമായി കച്ചവടം ചെയ്യുന്നത് വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്നതും സമമാണ് എന്നാണ് സ്പെയിൻ പ്രധാനമന്ത്രിയായ പെട്രോ സാഞ്ചസ് സ്പെയിൻ പാർലമെന്റിൽ അതിധീരമായ നിലപാട് എടുത്തിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്പെയിൻ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇസ്രായേലുമായി ഉണ്ടാക്കിയിരുന്ന $7 മില്യൺ ആയുധ കരാർ റദ്ദാക്കിയിരുന്നു. സ്പെയിനിന് പുറമെ ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ തുടങ്ങിയ രാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആഴ്ചകളോളമായി ഗസക്ക് മേൽ ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഭക്ഷണവും മരുന്ന് അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വരവ് വരെ ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിനെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി നാളെ ഒരു അടിയന്തര യോഗം ചേരുവാനും തീരുമാനിച്ചിരുന്നു. ഗസയിൽ ഇസ്രായേൽ ഇനിയും ഉപരോധം ഏർപ്പെടുത്തുകയാണ് എങ്കിൽ ഇസ്രായേലിന് മേൽ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗസക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം ഇസ്രായേൽ ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിക്കുകയും ഭക്ഷണവും മരുന്നും അടക്കമുള്ള അവശ്യ സാധനങ്ങളെ ഗസയിലേക്ക് കടത്തിവിടാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഇസ്രായേലിന്റെ കരസേന ഗസക്കുള്ളിലേക്ക് വീണ്ടും അതിക്രമിച്ച് കയറിയാൽ ഇസ്രായേലിലെ ഏറ്റവും തിരക്കേറിയ ഹൈഫ തുറമുഖം ഉപരോധിക്കുമെന്നാണ് യമനിലെ ഹൂത്തികൾ ഇന്നലെ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തങ്ങൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഹൈഫ തുറമുഖത്തെ ആക്രമിക്കുമെന്നാണ് ഹൂത്തികളുടെ മുന്നറിയിപ്പ്. ടെല്ലവീവിലെ ബെൻ ഗുരിയോൺ എയർപോർട്ടിന് നേർക്ക് ഹൂത്തികൾ നടത്തുന്ന ആക്രമണം മൂലം ഇസ്രായേൽ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ ഹൈഫ തുറമുഖം കൂടി ഹൂത്തികൾ ഉപരോധിക്കുകയാണ് എങ്കിൽ കടുത്ത പ്രതിസന്ധിയാകും ഇസ്രായേലിൽ ഉണ്ടാവുക. ഇതിനിടെ ഹൂത്തികളെ ആക്രമിക്കുന്നതിനു വേണ്ടി അമേരിക്ക ചെങ്കടലിൽ വിന്യസിച്ചിരുന്ന വിമാനവാഹിനി കപ്പലായ ഹാരി എസ് ട്രൂമാൻ ഇപ്പോൾ മേഖല വിട്ടിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്ന ഹാരി എസ് ട്രൂമാൻ ഇപ്പോൾ മെഡിറ്ററേനിയൻ കടലിലാണ് ഉള്ളത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഗസയിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അവസാനിപ്പിച്ചുകൊണ്ട് ഹമാസുമായി ഇസ്രായേൽ ഒരു ധാരണയിലെത്തണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഗസയിൽ ഇസ്രായേൽ ഇനിയും ആക്രമണം തുടരുകയാണ് എങ്കിൽ അമേരിക്ക ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്ന സൈനിക സഹായം അവസാനിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രായേലിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ ഇസ്രായേൽ കരയുദ്ധം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി JD വാൻസ് തന്റെ ഇസ്രായേൽ സന്ദർശനം റദ്ദാക്കുകയാണ് ഉണ്ടായത്. അടുത്ത ആഴ്ച JD വാൻസ് ഇസ്രായേലിൽ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സമാധാന കരാറിൽ ഒപ്പിടുന്നതിനു വേണ്ടിയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റായ JD വാൻസ് ഇസ്രായേലിൽ എത്തുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ഇസ്രായേൽ ഇപ്പോൾ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ അതിശക്തമായി രംഗത്ത് വന്നിരുന്നു. ഇതിനിടെയാണ് ഈ 3 രാജ്യങ്ങളെയും വിമർശിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നത്. ഗസയിൽ ഇസ്രായേൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്നും ഹമാസിന്റെ അവസാനം വരെ ഇസ്രായേൽ ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുമെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്.
കാത്തിരുന്നു കാണാം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഗസ വിഷയവുമായി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകളിൽ എത്രമാത്രം ആത്മാർത്ഥതയാണ് ഉള്ളത് എന്നത്.